നമസ്കാരം. ആരും ചിരിക്കരുതേ. ജനവിധി അറിയാൻ സമയമായി. പലരുടെയും പ്രഹസനങ്ങൾ കണ്ടും കേട്ടും നമ്മൾ ചിരി അടക്കാൻ പാടുപെടാനും സമയമായി. എനിക്ക് ചുമതലയുള്ള രണ്ട് വകുപ്പിലും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നടത്തിക്കൊണ്ട് ഇത് ഓരോ വകുപ്പിലും ഓരോ മന്ത്രിമാരും അതാണ് നടത്തുന്നത്. വർക്ക് ഓറിയന്റഡ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ട് ഓറിയന്റഡ് ആണ്. അയ്യോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസൾട്ടുകളാണെന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുതേ. അവർക്കുണ്ടായിട്ടുള്ള റിസൾട്ടുകൾ ഈ ഭരിച്ചവർക്ക്, അതായത് 5000-ന്റെ കുപ്പായം ഇട്ടുകൊണ്ട് നടന്നവർക്ക് 15,000-ന്റെ ഇടാൻ പറ്റി. 10 ലക്ഷത്തിന്റെ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആൾക്ക് 25 ലക്ഷത്തിന്റെ വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റി. അതുപോലെ വലിയ വലിയ മികച്ച റിസൾട്ടുകളാണ് കേട്ടോ അവരുണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ എന്നാണ് ഞങ്ങൾ അറിയാൻ പോകുന്നത്? അതിനും ഫ്ലെക്സ് ആണോ ഉപയോഗിക്കുന്നത്, അതോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോരുത്തരുടെയും മൊബൈൽ ഫോണുകളിൽ സ്ക്രീനിൽ കാണത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ PR വഴി ഉണ്ടാക്കുമോ? ഞങ്ങളതൊക്കെ അതറിയാൻ കാത്തിരിക്കുക കേട്ടോ. സംസ്ഥാന സർക്കാരിന്റെ വികസനത്തിന്റെ രാഷ്ട്രീയം, പൊതു രാഷ്ട്രീയം, ഇതൊക്കെ പൊതുവെ മന്ത്രിമാർ പറയാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സർക്കാരിന്റെ വികസനം, സർക്കാരിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ വികസനം, പിന്നെ പൊതുരാഷ്ട്രീയം എന്ന് പറയുമ്പം ലോക രാഷ്ട്രീയമാണ് ഇവിടെ സംസാരിക്കുന്നതും പരിഹരിക്കുന്നതും. മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്, അതിനെന്ത് പരിഹാരം ഉണ്ടാക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വെനസ്വേലയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ഒരു 4-5 സഖാക്കൾ ഒരു തീപ്പന്തമൊക്കെ കത്തിച്ച് വെനസ്വേലയുടെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ബന്ദിയാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. അതോടുകൂടി ട്രംപിനെ പേടിച്ചൊരു മൂലക്കിരുത്താൻ അവർക്ക് കഴിഞ്ഞു. അത്തരം മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന നീതികേടുകൾ പരിഹരിക്കുക, അവിടുത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകളെ കുറിച്ചൊക്കെ വാചാലരാകുക, ഇതൊക്കെയാണ് നമ്മുടെ മന്ത്രിമാരും നമ്മുടെ സഖാക്കളും ഒക്കെ നിലവിൽ ചെയ്തു വരുന്നതും തുടർന്ന് ചെയ്യുന്നതും. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, ഈ വികസനം, റിസൾട്ട്, ഇതൊക്കെ കാണിക്കുന്നത് മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെയാണ്, ജനങ്ങളുടേതല്ല. മന്ത്രി അതൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയണേ. ജനങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള വല്ല റിസൾട്ടാണ് നിങ്ങൾ പറയാൻ പോകുന്നതെന്ന്. പിന്നെ ആ റിസൾട്ടിന്റെ കാര്യത്തിൽ നേരത്തെയൊക്കെ ടൂറ് ഇന്ത്യക്കകത്തായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇന്ത്യക്ക് വെളിയിലാണ് നിങ്ങൾ ടൂറുകൾ സംഘടിപ്പിക്കുന്നത്. കുടുംബത്തോടൊപ്പം പോയി ഉല്ലസിക്കാൻ പറ്റിയ ലോക രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ലോകത്തെ മികച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഷോപ്പിങ്ങിനും നല്ല ആഹാരത്തിനുമൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് സ്വപ്നത്തിലെങ്കിലും ആശ്രയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ആ കാര്യങ്ങളും കൂടെ ഒക്കെ റിസൾട്ടിൽ ഉൾപ്പെടുത്തണേ. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഭരണവിരുദ്ധ വികാരമില്ല. ഈ നാട്ടിൽ ഇനി എന്തെങ്കിലും വികാരം ജനങ്ങളിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമാണ്. ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ അതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത നിങ്ങൾ എന്ത് പറയാനാ ഇനി ഓരോ വീട്ടിലോട്ട് ഓട്ടോ പിടിച്ചു പോകാൻ വേണ്ടി ഇരിക്കുന്നത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ല സ്ഥിതി, ഇതിലും അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിലും അപകടകരമായിട്ടുള്ള ഏത് സ്ഥിതിയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും അപകടങ്ങളല്ല അല്ലേ? ആരോ പറഞ്ഞതുപോലെ ഇവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് തോൽക്കും. പക്ഷേ തോറ്റു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തലുണ്ടല്ലോ, അതൊരു ടാസ്കാ. ഞാൻ 156 കുടുംബയോഗത്തിൽ പങ്കെടുത്തു. ഓ, എങ്കിൽ പിന്നെ കുഴപ്പമില്ല, അടിച്ചു കയറും. കുടുംബയോഗം എന്ന് പറഞ്ഞാൽ റേഡിയോ ഓൺ ചെയ്തതുപോലെ ഓൺ ചെയ്ത് വെക്കില്ല, ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും കൂടിയുള്ള സമയമാണ്. അത് ശരി, ജനങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കത്തക്ക രീതിയിൽ വലിയ പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി അല്ലേ? ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ശബ്ദമൊക്കെ ഉണ്ടായിരുന്നോ? ജനങ്ങൾക്ക് ചോദിക്കാൻ അവസരമൊക്കെ കൊടുത്തോ? അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. എവിടെയും ഭരണത്തിനെതിരെയോ വികസനത്തിനെതിരെയോ ക്ഷേമ പ്രവർത്തനങ്ങൾക്കെതിരെയോ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിമർശനം വന്നിട്ടില്ല. വരില്ലല്ലോ. ഉള്ള ഒരു സാധനത്തിനെ കുറിച്ചല്ലേ വിമർശനം വരുള്ളൂ, ചോദ്യം വരുള്ളൂ, സംശയം വരുള്ളൂ. സങ്കല്പത്തിൽ കിടക്കുന്ന ഒരു സാധനത്തിനെ പറ്റി ഈ വക കാര്യങ്ങൾ വല്ല ഒരാളുടെ വായിന്ന് വരുമോ? പിന്നെ ആകെ വിമർശിക്കാൻ പറ്റിയത് ആ വിള്ളൽ വീണ റോഡായിരുന്നു, അത് കേന്ദ്രത്തിൻ്റെ ആണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇനി എന്തോത്തിനെ വിമർശിക്കാനാ? പൊതുവെ ഭരണവിരുദ്ധ വികാരം പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി കാണാൻ സാധിക്കത്തില്ലല്ലോ. അതല്ലേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞേ, മൊത്തത്തിൽ തോറ്റ് സമ്പൂജ്യരായിട്ടൊരു മൂലക്കിരുന്നാലും അത് കാണാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ അന്നേ പറഞ്ഞു, നേരെ ചവേ കാണാൻ പറ്റുന്ന ഒരു കണ്ണട എല്ലാവരും കൂടെ വാങ്ങിച്ചു വെക്ക്, അതിൻ്റെ കാശും കൂടെ ഞങ്ങൾ തരാം. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടുത്തെ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമേ ഇല്ല. അവിടെ എല്ലാം നമ്മൾ വിജയിച്ച് വെന്നിക്കൊടി വാറിച്ചതല്ലേ. അത്രയും മികച്ച പ്രകടനങ്ങൾ നമ്മൾ കാലാകാലങ്ങളായിട്ട് കാഴ്ചവെച്ച് വന്നതുകൊണ്ടല്ലേ കാൽച്ചുകൂട്ടി കിടന്ന മണ്ണ് വരെ ഒലിച്ചു പോയത്. അതിനപ്പുറം ഇനി എന്ത്? തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഇനി വിട്ടേക്ക്, അതൊക്കെ നമ്മൾ ഓൾറെഡി തീരുമാനമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിയമസഭ, അത് മാത്രമാണ് നമ്മുടെ മുന്നിൽ, അതാണ് നമ്മുടെ ലക്ഷ്യം. വികസനം പൊതുവെ ജനങ്ങൾ അംഗീകരിക്കുന്നു, ക്ഷേമ പ്രവർത്തനം ജനങ്ങൾ അംഗീകരിക്കുന്നു.
അതാദ്യം ഞാൻ പറഞ്ഞല്ലോ, പോക്കറ്റ് വികസനം എന്നേ ജനങ്ങൾ അംഗീകരിച്ചു തന്നു. പിന്നെ ക്ഷാമം, അത് പണ്ടേ അംഗീകരിച്ചു തന്ന കാര്യമാണ്. നിങ്ങളത് താമസിച്ചറിഞ്ഞതെന്ന് തോന്നുന്നു. ഇങ്ങനെ കേരളത്തിൽ ക്ഷാമം ഉണ്ടായിട്ടുള്ള ഒരു കാലം എല്ലാ മേഖലയിലും നോക്കൂ. ക്ഷാമം തിങ്ങും കേരള നാട് എന്ന് മാറ്റി എഴുതേണ്ട അവസ്ഥയിലായി. ഇത്രയും ക്ഷാമ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നിങ്ങൾ എങ്ങനെ ഈ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടപ്പിലാക്കി എന്നതൊരു വലിയ അതിശയമാണ് കേട്ടോ. കെ മോഡൽ ക്ഷാമം, 1-ാം നമ്പർ ക്ഷാമം. ഇത് കൂടുതൽ ജനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ഇനിയും കൂടുതൽ ജനങ്ങളിലോ? ഇനി 5-6 പേരല്ലേ ഉള്ളൂ ക്ഷാമമൊക്കെ കൈ വരാൻ. അവർക്ക് എത്തിച്ചു കൊടുക്കുവോ? അതിനിട വരാതിരിക്കട്ടെ. എങ്കിലും വോട്ട് പറഞ്ഞാൽ വികസനത്തിന് വോട്ടില്ല, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? വികസനത്തിനും ക്ഷേമത്തിനും വോട്ടില്ല എന്നല്ല കരുതേണ്ടത്. കറക്റ്റ്. നാട്ടുകാരങ്ങനെ ഇങ്ങനെ പറയുന്നെന്നും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കീശ വികസനം മതിയാക്കരുത്, നിർത്തലാക്കരുത്. അതുമായി തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ക്ഷാമപ്രവർത്തനങ്ങൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കുറച്ച് മാസങ്ങൾ, തുച്ഛമായിട്ടുള്ള മാസങ്ങളെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ആ മാസത്തിനിടെ നടത്തണം. അപ്പൊ ഭരണവിരുദ്ധ വികാരം കാണാൻ കഴിയാത്ത മന്ത്രി പുങ്കവ എല്ലാവിധ ഭാവുകങ്ങളും ചെന്ന് അനുഭവിക്കും.